എപ്പോഴും നമ്മൾ പിന്നെ കേൾക്കുന്ന ചോദ്യമാണ്, പുരോഗമിച്ച കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ മതത്തിന് എന്താണ് കാര്യം, പൂച്ചക്ക് എന്താണ് പൊന്നുടുക്കുന്നിടത്ത് കാര്യമെന്ന് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ എത്ര വ്യാപകമായ, ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്ര വ്യാപകമായ കാലഘട്ടത്തിൽ എന്തിനാണ് മതം എന്ന് പറയുന്നവരോട് നമ്മൾ തിരിച്ചു പറയുന്നത്, മതമുണ്ടെങ്കിൽ മാത്രമേ മതത്തിന് മാത്രമേ ധാർമ്മികത എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ഭരണഘടനയ്ക്ക് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഡു ആൻഡ് ഡോൺസ് പറയുക സാധ്യമല്ല. അങ്ങനെ പുരോഗമനത്തിന്റെ അവർ വെക്കുന്ന പുരോഗമന കണ്ണാടിയിലൂടെ മാത്രം ജീവിതത്തെ പിന്നെ നിർവചിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പൊതുവേദിയിൽ നിന്ന് എൻ്റെ വാർദ്ധക്യം എനിക്ക് അല്ലലുകളില്ലാതെ പോകണമെങ്കിൽ താലൂക്കുകൾ അടിസ്ഥാനത്തിൽ വൃദ്ധസദനങ്ങൾ വേണം എന്ന് പറയേണ്ടി വരുന്നത്. ബന്ധത്തിന് വില കൽപ്പിക്കേണ്ട എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യത്തെ മുൻനിർത്തി നമുക്ക് തോന്നുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ അവശരാകുന്ന ഒരു വാർദ്ധക്യ കാലഘട്ടത്തിൽ നമ്മളെ നോക്കാൻ ഒരാൾ വേണമെന്നത്, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ പറയാൻ മതത്തിനും ധാർമ്മികതക്കുമേ പറ്റൂ എന്നതാണ് മതം എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം.